ഹലോ ഗൈസ്, ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? കുറെ നാളെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് ബട്ടർ ചിക്കൻ ഇതൊരു വീട്ടിൽ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കഴുത്തിന്റെ പീസും കരളിന്റെ പീസും മാറ്റി വെക്കണേ. ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, ഒരു കുഞ്ഞ് ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. എന്റെ ഫോക്കസ് തെറ്റി. 4 മസാല, കുറച്ച് ഗരം മസാല പൊടി, ദെൻ ക്യൂമിൻ പൗഡർ, അതായത് നമ്മുടെ കുഞ്ഞു ജീരകത്തിന്റെ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 2 സ്പൂൺ ഇരിക്കട്ടെ, ദെൻ മഞ്ഞപ്പൊടി. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കുക. 30 മിനിറ്റ്സ് ആണ് ടൈം. റൂം ടെമ്പറേച്ചറിലോ ഫ്രിഡ്ജിലോ വെച്ച് മാരിനേറ്റ് ചെയ്യാം. ആഫ്റ്റർ 30 മിനിറ്റ്സ് നമുക്ക് ബട്ടർ മസാല ഉണ്ടാക്കാം. സ്റ്റൗ കത്തിച്ച് കടായി വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പ്ലസ് 1 ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ദെൻ ഡീപ് ഫ്രൈ ചെയ്യണം. ഇതുപോലെ സെയിം പാനിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പൂ, 3 ഏലക്ക, 2 പീസ് പട്ടയും കൂടി ഇട്ടു. 2 വലിയ സവാള നീളത്തിൽ ഇരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും 2-3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണേ. വീണ്ടും 4 മസാലാസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ക്യൂമിൻ പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫാനിന്റെ അടിയിൽ കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ദെൻ ആ ഒരു മിക്സ്ചർ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. വീണ്ടും അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു സംഭവം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 10 കാഷ്യൂ നട്ട്സ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തോട് കൂടി അടിച്ചെടുക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവിയുടെ ടെക്സ്ചർ ഇതുപോലെ ഇരിക്കണം. ഒഴിച്ച് കൂടാനാവാത്ത ഇൻഗ്രീഡിയൻറ്റ് കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീർന്നിട്ടില്ല, അവസാനം കുനുകുന അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫോർ സം ഡെക്കറേഷൻ വീണ്ടും ക്രീം ഒഴിച്ച് കൊടുക്കണം. ദെൻ ഒരു ബൗളിലേക്ക് ക്രീമും മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തു. യു ക്യാൻ പെയർ ഇറ്റ് വിത്ത് ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അപ്പം എക്സെട്ര. ആൻഡ് ഫസ്റ്റ് ഞാൻ കഴിച്ചു നോക്കി ഗൈസ്, എനിക്ക് തന്നെ അതിശയമായി പോയി. ഞാൻ ഇത്രയും നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുമോ എന്ന് എന്തായാലും കിട്ടിയില്ലാണ് കേട്ടോ. ദെൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ അമ്മ കഴിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദെൻ അനുവിന്റെ റിവ്യൂ നിങ്ങൾ കേട്ടിട്ട് വാ ഗൈസ്. റെസ്റ്റോറന്റ് സ്റ്റൈൽ അത്രയ്ക്കുണ്ടോ? കൊള്ളാം.